തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥ മേഘ ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. ഈ സംഭവത്തിൽ മേഘയുടെ ആൺ സുഹൃത്ത് സുകാന്ത് അയാൾ ഒളിവിലാണെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. സുകാന്തിനെതിരെ കുടുംബം വലിയ ആരോപണമൊക്കെ ഉന്നയിച്ചിരുന്നു. അയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഷഫീദ് റാവുത്തറാണ് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഷഫീദ്, ഇയാൾക്കെതിരെ മേഘയുടെ കുടുംബം വലിയ ആരോപണം ഉന്നയിച്ചിരുന്നു. മാത്രമല്ല മേഘ മരണത്തിന് തൊട്ട് മുൻപ് 8 സെക്കൻഡ് ഇയാളുമായി സംസാരിച്ചിരുന്നു എന്ന കണ്ടെത്തൽ കൂടി ഇപ്പോൾ വരുന്നുണ്ടല്ലോ. എങ്ങനെയാണ് ഇതേക്കുറിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്? ഇക്കഴിഞ്ഞ മാർച്ച് 24-ാം തീയതിയാണ് തിരുവനന്തപുരം ഇമിഗ്രേഷൻ വിഭാഗത്തിലെ IB ഉദ്യോഗസ്ഥയായ മേഘ മരിക്കുന്നത്. മേഘ പേട്ട റെയിൽവേ സ്റ്റേഷൻ പരിധിയിലെ ഒരു സ്ഥലത്ത് വെച്ച് ട്രെയിനിന് മുൻപിലേക്ക് ചാടി എന്നുള്ളത് ലോക്കോ പൈലറ്റിന്റെ മൊഴിയടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അതിന് പിന്നാലെ കുടുംബം ഈ മേഘയുടെ സുഹൃത്തായിട്ടുള്ള സുകാന്ത് സുരേഷ് എന്നയാൾക്കെതിരെ കാര്യമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചിരുന്നു. ആ സൗഹൃദമാണ് മേഘയുടെ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതായിരുന്നു കുടുംബത്തിന്റെ ആരോപണം. ഇതിന് പിന്നാലെയാണ് പേട്ട പോലീസ് സുകാന്തിന്റെ വിവരമടക്കമുള്ള കാര്യങ്ങൾ തേടുകയും മേഘയുടെ ഫോൺ ലിസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരപ്രകാരം ഈ മരണം സംഭവിക്കുന്ന ദിവസം 24-ാം തീയതി 4 തവണ മേഘയുമായി സുകാന്ത് ഫോണിൽ ബന്ധപ്പെട്ടു. മരണത്തിന് തൊട്ട് മുൻപ് 8 സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന ഒരു ഇൻകമിംഗ് കോൾ അത് മേഘയുടെ ഫോണിലേക്ക് സുകാന്ത് വിളിച്ചു എന്നുള്ള കണ്ടെത്തൽ കൂടി നടത്തുന്നുണ്ട്. ഇതിന് പിന്നാലെ വിശദമായ ചോദ്യം ചെയ്യലിനടക്കം സുകാന്തിനെ സമീപിച്ചപ്പോഴാണ് സുകാന്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നും സുകാന്ത് ഒളിവിലാണെന്നും പോലീസ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇയാളുടെ മലപ്പുറത്തെ എടപ്പാളിലെ വീട്ടിലുൾപ്പെടെ പോലീസ് പരിശോധനയ്ക്ക് എത്തിയിരുന്നു. എന്നാൽ അയാളവിടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മാതാപിതാക്കളെയും ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് തിരുവനന്തപുരം പേട്ട പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഇനി ഈ വിഷയത്തിൽ പോലീസിനെ സംബന്ധിച്ച ഈ മേഘയുടെ കുടുംബാംഗങ്ങളുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തണം. അതിനുവേണ്ടി നാളെയോ മറ്റന്നാളോ നീക്കങ്ങളിലേക്ക് പോലീസ് കടക്കും എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. പ്രവിത.